പ്രിയപ്പെട്ടവരെ, ഇറാന്റെ സ്റ്റേറ്റ് TV പുറത്തുവിട്ട ഒരു വീഡിയോ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയും ഇസ്രായേലും എത്ര ശ്രമിച്ചിട്ടും ഇറാന്റെ മിസൈൽ വെപ്പൺ സ്റ്റോറേജുകൾ തകർക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കറിയാം. അവരുടെ വെപ്പൺസുകളെല്ലാം നിലനിൽക്കുന്നത് ഭൂമിക്കടിയിലാണ്. വലിയ മലകൾ തുറന്നുണ്ടാക്കിയ ഈ തുരങ്കങ്ങൾക്കുള്ളിലാണ് അവരുടെ ആയുധ സ്റ്റോറേജുകളെല്ലാം നിലനിൽക്കുന്നത്. എന്നാൽ അത് തകർക്കാൻ ഒരിക്കലും തന്നെ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് സാധിക്കുന്നില്ല. അവരുടെ പെനിട്രേറ്റ് മിസൈലുകൾക്ക് പോലും അതിനെ തുളച്ചു കയറാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിലുള്ളത്. എന്നാൽ ഇപ്പോൾ അതിലേറെ ഞെട്ടിക്കുന്ന പുതിയൊരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ സ്റ്റേറ്റ് TV ഫോർ ദി ഫസ്റ്റ് ടൈം ഹാസ് ഷോൺ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇറാന്റെ സ്റ്റേറ്റ് TV ഇങ്ങനെ ഒരു കാര്യം പുറത്തുവിടുന്നത്. അണ്ടർഗ്രൗണ്ട് വെപ്പൺസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയാണ്. നിലവിൽ ആയുധങ്ങൾ ഭൂമിക്കടിയിലാണ് എന്നതിലപ്പുറം ആയുധം നിർമ്മിക്കുന്നതും ഭൂമിക്കടിയിലാണ്. അതുകൊണ്ട് തന്നെ വെപ്പൺസ് നിർമ്മിക്കുന്ന ഒരു കേന്ദ്രം അത് ആക്രമിച്ച് അവരെ നിരായുധീകരിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ആയുധം നിർമ്മിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞത്, ഞങ്ങൾ ഇപ്പോഴും ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ ആയുധ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര വർഷം വേണമെങ്കിലും ഞങ്ങൾക്ക് ഈ യുദ്ധം കൊണ്ടുപോകാൻ കഴിയും. കാരണം ഞങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്നതിലേറെ കൂടുതൽ മിസൈലുകൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. അതേസമയം 2 മാസം യുദ്ധം ചെയ്താൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ എത്തിയിട്ട് വേണം. എന്നാൽ ഇറാന്റെ കാര്യം അങ്ങനെയല്ല. ഇറാൻ സ്വന്തം കാലിൽ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഇറാനെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.